ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ദൈവം നമ്മോട് സംസാരിപ്പാനായി തന്നിരിക്കുന്ന വചനം മത്തായിയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വചനം. മത്തായി 7:7 യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഈ വചനം എല്ലാവർക്കും പരിചയപ്പെട്ട ഒരു വചനമാണ്. പിന്നെ ഈ വചനം നമ്മൾ ഈ ഒരു 7-ാമത്തെ വചനം മാത്രമല്ല, ഇത് 12-ാമത്തെ വചനം വരെ കംപ്ലീറ്റ് നമ്മൾ വായിക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. ഈ വചനത്തിൽ പറയുന്നത് ദൈവത്തോട് ചോദിക്കുന്നവന് അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം കൊടുക്കേണ്ടതൊക്കെ തക്ക സമയത്ത് കൊടുക്കും എന്നതാണ്. പിന്നെ ബാക്കിയുള്ള വചനങ്ങളിൽ പറഞ്ഞു വരുന്നത് ഒരു മകൻ തൻ്റെ അപ്പനോട് ചോദിക്കുന്ന ഒരു കാര്യം അവനത് കിട്ടാതെ ഇരിക്കുമോ, അതുപോലെ തന്നെ സർവശക്തനായ ദൈവം, സ്വർഗസ്ഥനായ ദൈവം എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ വചനത്തിൽ നാം അപേക്ഷിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ചെയ്യാതെ ഇരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ എത്ര വലിയ കാര്യങ്ങളായിരിക്കും എന്നാണ് നമുക്ക് ഈ ബൈബിളിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളൊന്നിന് കാത്തിരിക്കുന്നത്, ഇപ്പം നമുക്കൊരു രോഗം, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു രോഗം ഉണ്ടായിരിക്കും, അപ്പോൾ നമ്മൾ അതിൻ്റെ രോഗസൗഖ്യത്തിനായിട്ടായിരിക്കും കാത്തിരിക്കുക. അത് നമ്മൾ ദൈവത്തോട് വാ തുറന്ന് ചോദിക്കണം, യാചിക്കണം, അപേക്ഷിക്കണം. നമ്മൾ പഠിച്ചു, എക്സാം എഴുതി, ഇപ്പോൾ 10ൻ്റെയും 12ൻ്റെയൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്, മാർക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്, നല്ല റിസൾട്ട്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ദൈവത്തോട് അതിന് വേണ്ടി വാ തുറന്ന് ചോദിക്കണം. നമുക്ക് വേറെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് കാത്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ടായിരിക്കും. ആ എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടും ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. ദൈവത്തോട് ചോദിച്ച് വാങ്ങാനായിട്ട് നമ്മൾ പഠിക്കണം. ദൈവത്തെ അന്വേഷിക്കണം. ദൈവം എല്ലാ ദിവസവും നമുക്കൊരു ആവശ്യം വരുമ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും കോൺസ്റ്റൻ്റായിട്ട് ദൈവത്തോടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യലും കാര്യങ്ങൾ പറയലും എല്ലാത്തിനും ദൈവത്തോടൊരു കോൺസ്റ്റൻ്റായ ഒരു റിലേഷൻഷിപ്പ് വേണം. ഈ വചനം എല്ലാവരും ഇതിനു മുന്നേ കേട്ടിട്ടുള്ള വചനമായിരിക്കും. ഇനി മുതൽ ഈ ഒരു വചനം മൈൻഡിൽ വയ്ക്കുക. കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് വാങ്ങാനായിട്ട് നമ്മൾ പഠിക്കണം. ഇതെപ്പോഴും മറക്കരുത്. ഈ വചനം എപ്പോഴും മനസ്സിൽ ദൈവമക്കൾ ഓർത്ത് വയ്ക്കണം. നാളെ നമുക്കൊരു പുതിയ വചനവുമായിട്ട് മീറ്റ് ചെയ്യാം. പ്രൈസ് ലോർഡ്. ആമേൻ.